കൊണ്ടോട്ടി MLA TP ഷറഫ് അലി അദ്ദേഹം RT ഓഫീസിൽ എത്തിയിട്ടുള്ള റീലൊക്കെ നമ്മൾ കണ്ടു. സത്യത്തിൽ ഇതിൽ ചട്ടലംഘനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയൊക്കെ ഒരു ബിൽഡപ്പിന്റെ ആവശ്യം ഇപ്പോ MLAക്ക് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതായത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യമുണ്ട്, ഇത് ചട്ടലംഘനമാണോ? പറഞ്ഞ പോലെ ഈ ബിൽഡപ്പ് ഒക്കെ ഇപ്പൊ വേണോ? ചട്ടലംഘനമൊക്കെ അവിടെ നിൽക്കട്ടെ. ചട്ടലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു MLA തൂക്കിക്കൊല്ലാനൊന്നും പോണില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയാമോ? പാവം ഈ TP അഷ്റഫ് അലി ഒരു തെറ്റിദ്ധാരണ പുള്ളിക്കുണ്ടായിപ്പോയി. പുള്ളി മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. അവിടെ സത്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ MLA-മാരെയൊക്കെ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് വലിയ ജനകീയരോ ജനപ്രിയരോ ആയിട്ടുള്ള ആളുകളൊന്നും അല്ല. കാരണം വെച്ചാൽ അങ്ങനെയൊന്നും ആകണമെന്നില്ല. മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ ഫലത്തിൽ തന്നെ അവിടെ നിന്ന് ജയിച്ച് വന്നോളും. മനസ്സിലായി? ആകെ വലിയ ഒരു റീൽസിന്റെ ഇതിന്റെയോ അല്ലെങ്കിൽ പ്രചരണത്തിന്റെ ബഹളത്തിന്റെ ഒന്നും ആവശ്യം ഇല്ല. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി പിന്നെ അങ്ങനെയുള്ള ഒരു റീലുകളൊന്നും ഇടാറുണ്ട്. ഈ TP അഷ്റഫ് അലിക്ക് പറ്റിയേക്കുന്ന കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളി ചെറുപ്പക്കാരനാണ്, ആദ്യമായിട്ടാണ് MLA ആകുന്നത്. അപ്പൊ പുള്ളി ഒന്ന് ഒരു സിനിമ സ്റ്റൈൽ റീലൊക്കെ ഷൂട്ട് ചെയ്തിട്ടേക്കാം, അത് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുമെന്നാണ് പുള്ളി വിചാരിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോരാ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ TP അഷ്റഫ് അലിയോടും മുനവർലി തങ്ങളോടും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ അത്തരത്തിലൊരു ജനകീയരായി കുറച്ചുകൂടി ആളുകൾ ഉയർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉയർന്നു വരുന്നത് കണ്ടിട്ട് ഈ റീലുളികളായിട്ടാണ് അവർ ഉയർന്നു വരുന്നത് കണ്ടത്. അപ്പൊ അതുപോലെ തന്നെ തനിക്കോത് ചെയ്യാം എന്ന് വിചാരിച്ച് അഷ്റഫ് അലി ചെയ്താണ്. പക്ഷെ ചെറുത് ഒരു പൊടിക്കകൾ കൂടിപ്പോയി. ഇത് കൂടിയാലും പ്രശ്നമാണെന്ന് TP അഷ്റഫ് അലിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിന് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, പുള്ളി തന്നെ വേറെ ആളുകളെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് അത് കട്ട് ചെയ്ത് എടുത്ത് പുള്ളിയുടെ ഫേസ്ബുക്കിൽ തന്നെ ഇപ്പോഴും കിടക്കണം. മറ്റേ തമിഴ് ഡയലോഗുകളൊക്കെ കൂടി കൊടുത്ത് പുള്ളി മറ്റേ ഇത് മാസ് എന്ന് പറയുന്ന ഡയലോഗ് ഇടാനായിട്ടാണ് പുള്ളി ശ്രമിച്ചത്. പക്ഷെ അത് ആകെ തിരിച്ചടിയായി. കാരണം വെച്ചാൽ ഇപ്പൊ സത്യത്തില് ഈ പറഞ്ഞ പോലെ അല്പന അർദ്ധരാത്രി കൊടപിടിക്കും എന്ന് പറഞ്ഞ പോലെ അല്പന കൊണ്ടോട്ടിയിൽ MLA ആവും എന്ന് പറയുന്ന ഒരു പ്രചരണത്തിനാണ് അത് ശരിക്കും തുടക്കം കുറിച്ചേക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹം വരുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ തമാശ, അതിനകത്ത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള മണ്ടത്തരങ്ങൾ അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ TP അഷ്റഫ് അലി കൂടെ കടന്നു വരുന്നു. ഒന്നാമത്തെ, അദ്ദേഹം സാധാരണ കേരളത്തിലുള്ള എല്ലാവരും ലാളിത്യം കാണിക്കാൻ വേണ്ടി മുണ്ട് ഷർട്ടും വെള്ളം കൊടുക്കാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ മറ്റേ ഇദ്ദേഹം പാന്റും ഷർട്ടും ഒക്കെ ഇട്ടല്ല ചുള്ളനായിട്ടല്ല ഇൻസേർട്ടൊക്കെ ചെയ്ത്, അതായത് ടക്കൊക്കെ ചെയ്ത് നല്ല ഗംഭീരമായിട്ടാണ് വന്നിറങ്ങുന്നത്. പ്രത്യേകിച്ച് നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ അതിനുശേഷം വന്നിറങ്ങുന്നു, അണ്ട് നേരെ കൈ കൊടുക്കുന്നു. അതായത് ഒരു കല്യാണത്തിന്റെ ഒക്കെ ലെവലിൽ റീൽ ഷൂട്ട് ചെയ്ത പോലെ ഷൂട്ട് ചെയ്തിരണം ഒന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ ഇന്ന് ഇദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? ഒരു MLA ആരാണ് സല്യൂട്ട് ചെയ്യുന്നത്? അവരൊക്കെ മന്ത്രിയാണെങ്കിൽ ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് ഒരു അതിന്റെ ആവശ്യമുണ്ട്, എനിക്കറിയില്ല. അപ്പൊ അവരൊക്കെ കൂടി ഇന്ന് സല്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം RTOയുടെ കസേരയിൽ കയറിയിരിക്കുന്നു. സത്യത്തിൽ RTOയുടെ കസേരയിലൊന്നും കയറി ഇരിക്കാൻ പാടില്ല. മന്ത്രിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇരിക്കാൻ പാടില്ല. അതിലാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഇത് ആകെ പാളിപ്പോയൊരു സംഭവമാണ്. പുള്ളി ഒരു മാസ് ഇറക്കാൻ വേണ്ടി നോക്കിയതാണ്. പുള്ളിനെ സംബന്ധിച്ചിട്ട് കാര്യമില്ല. പുള്ളി ഇക്കാലത്ത് ഇപ്പൊ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ എങ്ങനെയാണ് ഇത്രയും തിളക്കമുള്ള ആളുകളായെന്ന് നോക്കിയപ്പോ അവരൊക്കെ ബേസിക്കലി റീൽ ഇട്ടിട്ടാണ്. അപ്പൊ പുള്ളി റീൽ എന്ന് പറയുന്ന കുറച്ചുകൂടെ മനുഷ്യന് അല്ല, ഈ പല റീലുകളും തലവേദനയുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടി ഷാഫിയുടെ ഒന്ന് റീല് കണ്ടു. അപ്പൊ ഷാഫി ശരിക്കും പറഞ്ഞാൽ വെള്ളമൊടിച്ച് മിറ്റായിട്ടിരിക്കുകയാണോ എന്ന് പറയുന്ന ചോദ്യം വന്നു. ഈ റീലിന്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ റീലിട്ട ഓടുമെന്ന് കണ്ട ഇനി വേറൊരു തലക്കാരും കൂടിയുണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ റീല് പിടിക്കും. ഈ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, പച്ചക്കുയിൽ ഇതൊക്കെ വന്ന് റീല് പിടിക്കാൻ തുടങ്ങും. ആ റീല് പിടിച്ചാണ്. പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് TP അഷ്റഫ് അലി ആഞ്ഞാഞ്ഞു വെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പൊ തന്നെ ഈ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താ 4-ാം തീയതി റിസൾട്ട് വന്നു, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഇത്രയുള്ളൂ, 1 മാസമായിട്ടുള്ളൂ. ഈ 1 മാസം കൊണ്ട് തന്നെ ഞാനൊരു അല്പനും അലവരാതിയുമാണ് എന്നുള്ളൊരു ധാരണ ശരിക്കും പറഞ്ഞ ആളുകളിലേക്ക് കൊടുത്തു. സത്യത്തിൽ അഷ്റഫ് അലി അങ്ങനെയുള്ള ഒരാളല്ല. പക്ഷെ പുള്ളി എന്ത് ചെയ്യാൻ ശ്രമിച്ചാണ്, ഒന്ന് മാസാക്കാൻ ശ്രമിച്ചാണ്. എന്റെ വിശ്വാസം എന്ന് വെച്ചാൽ TP അഷ്റഫ് അലിയൊക്കെ കാശ് കൊടുത്ത് ആരെങ്കിലും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും.
സ്വാഭാവികമായിട്ടും. ഇതിന്റെയൊക്കെ പ്രശ്നം എവിടെയെന്നറിയാം. സാറ് കൊടുത്തൊരു പണിയായിരുന്നു. അല്ല, ഞാൻ കൊടുത്ത പണിയല്ല. ഞാൻ അവരോട് നിങ്ങൾ ഇതിൽ കുറച്ചുകൂടി ഇതാകണം എന്നൊക്കെ പറഞ്ഞു. അത് എല്ലാവരോടും കൂടി കോമൺലി പറഞ്ഞൊരു കാര്യമാണ്. കാരണം അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊന്നും മുസ്ലിം ലീഗിന്റെ അത്രത്തോളം പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു. മുസ്ലിം ലീഗിന് എത്ര വോട്ടുണ്ട് കേരളത്തിൽ, അതെങ്ങനെയാണ് കൂട്ടാവുന്നത് എന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അന്ന് സത്യം പറഞ്ഞാൽ മുനവർ തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് ഈ കാണുന്നത്. അപ്പൊ കാണുമ്പോ നമ്മുടെ ഇവിടെയുള്ള മറ്റേ പെരുമ്പാവൂരിൽ നിന്നുള്ള മറ്റേ മീരാൻ, മറ്റേ പുള്ളി ഷിബു മീരാനും, അതുപോലെ തന്നെ ഈ TP അഷ്റഫ് അലിയും, അതുപോലെ മറ്റേ ഈ ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും കൂടി ഈ മുനവർലി തങ്ങളുടെ അടുത്ത് വന്നൊരു മീറ്റിംഗിന് വേണ്ടി വന്നിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഇയാളെ കൂടി പരിചയപ്പെടുന്ന മുനവർലി തങ്ങൾ എന്നെ കൂടി പരിചയപ്പെടുത്തിയിട്ട് കേൾക്കണമെന്ന് എന്ത് ചെയ്തു പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഷിബു മീരാനോട് 1-2 സംസാരിച്ചത്. അപ്പോഴാണ് ഇത് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയെന്ന് അറിയാം. ഇവര് ഈ പറയുന്ന കൊച്ചു കൊച്ചു പിള്ളേരെ ഈ പരിപാടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏത് റീലെടുക്കുകയും ഇടുകയും ചെയ്യാനുള്ള പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് നോക്കുമ്പോ എന്താ റീല് മനോഹരമായിരിക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. മനസ്സിലായ? വീഡിയോ അതിഗംഭീരമായിരിക്കണം, തമിഴ്നാട്ടിലെ പോലെ ഇരിക്കണം. അവര് സിനിമയൊക്കെ കണ്ടല്ലോ പറയുള്ളൂ. സിനിമ കണ്ടവർ ഈ റീൽ എടുക്കാൻ പറ്റില്ല, ഈ ഷോർട്സ് എടുക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയമായി അറിയാവുന്നവൻ വേണം ഇത് എടുക്കാനായിട്ട്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തിരിച്ചടിയാവൂത്. ഒരു പോയിന്റ് കൂടിയാൽ എന്ത് ചെയ്യും? മനസ്സിലായി? ഇത് 2 പേർക്ക് പറ്റിയിട്ടുണ്ട്. ഒന്ന് ഈ പുള്ളിക്ക്, രണ്ടാമത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ KC വേണു പോലെ നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്. ഒരാവശ്യമില്ല ഇവിടെ ഒന്ന് കപ്പ കഴിക്കുന്ന റീല്, മറ്റേത് കഴിക്കുന്ന റീല്. അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി കാശ് കൊടുത്ത് വിവരവും ബുദ്ധിയൊക്കെയുള്ള ആളെ വെക്കണം. അല്ലാതെ കുറച്ച് താഴ്ന്ന കാശും കൊടുത്തിട്ട് ഏതെങ്കിലും ഒരുത്തനെ വെക്കാന്ന് പറഞ്ഞത് എന്ത് ചെയ്യും? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ആലോചിച്ച് നോക്കും. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഈ റീൽ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോ ഈ റീൽ ഇട്ടതുകൊണ്ട് പുള്ളി കേരളം മുഴുവൻ അറിഞ്ഞത് ഒരൊറ്റ കാര്യത്തിലുണ്ട്. ഇവരൊക്കെ MLA ആവേണ്ടവരല്ല. ഇവർക്ക് വെറും അല്പനും ഈ പറഞ്ഞ പോലെ അല്പൻ അർദ്ധരാത്രി കുടപിടിക്കുന്നത് വെറും അലവലാതിയാണെന്നുള്ള മട്ടിലാണ് പ്രചരണം മുഴുവൻ. സാർ, പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഇതില് വേർഷനിൽ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയല്ലേ സർക്കാരിനുണ്ടാകുന്ന ഒരു നാണക്കേടുണ്ട്. ഒന്നാമതൊരു പൂക്കിമുക്കിനാണ്. അല്ല, സർക്കാരിനുണ്ടാകുന്ന നാണക്കേട്. രണ്ടാമത് അത് പിന്നെ ആരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം മാധ്യമങ്ങൾ മുഴുവൻ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ ഇപ്പൊ ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ മാധ്യമങ്ങളില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സതീശ മേനോൻ ഭജൻസ് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങളുടെ പേരൊക്കെ മാറ്റിയിട്ട് സതീശ മേനോൻ ഭജൻസ്, മലബാർ ഏരിയ മറ്റേ ജമാഅത്തെ ഇസ്ലാമിയും മറ്റേ മീഡിയ കൊണ്ടുമാണ്. തൊട്ടിപ്പുറത്ത് സതീശ മേനോൻ ഭജൻസ് തിരുവനന്തപുരം ഏരിയ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ആണ്. പിന്നെ ഇതിന്റെ ഇടയിൽ സോഷ്യൽ മീഡിയ ഭജൻസ് എന്ന് പറയുന്നത് മറുനാടൻ ഷാജനാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് രാവിലെ എന്താണ് ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ, ഇത് എത്ര ഗംഭീരനായ മുഖ്യമന്ത്രി, എന്ത് ചെയ്തിട്ടാണ്? ഒരു മുഖ്യമന്ത്രി എന്താ ചെയ്തേക്കണം? ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് VD സതീശനോട് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം പുള്ളി എന്താ ചെയ്തേക്കണേ? അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അദ്ദേഹം ഒന്ന് ചിരിച്ചു കാണിച്ചു. ഒരു മുഖ്യമന്ത്രി ചിരിച്ചു കാണിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേ കണ്ണടച്ച് കാണിച്ച പുള്ളിക്കാരനെ മുഖ്യമന്ത്രിയാക്കി. മറ്റേ നടിയുണ്ടല്ല, മറ്റേ ഒരു കണ്ണടച്ചിട്ട് ഫേമസ് ആയ ആ ഫേമസ് ആയിട്ട് ആ സിനിമ പോലും വിജയിച്ചില്ല. അറിയോ അത്? ആ കണ്ണടച്ചായ കാണിച്ചത് ആളുകളൊക്കെ കണ്ട് കുഴപ്പമില്ല, കണ്ണടക്കലൊക്കെ കൊള്ളാന്ന് പറഞ്ഞു. ഇപ്പൊ ആ നടിയെ കുറിച്ച് ആർക്കെങ്കിലും പറയും, പേര് പോലും ഞാൻ മറന്നു. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് ഇത്രയൊക്കെ സംഭവമുള്ളു. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന മറ്റേ കൂക്കിയൊക്കെ ആകാനായിട്ട് അധികം സമയം വേണ്ട. അപ്പൊ അതിനിടക്ക് കൂടി ഈ കാലഘട്ടത്തിൽ ഈ റീൽസും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആകണമെന്ന് വിചാരിച്ചപ്പോ പാവം DP അഷ്റഫ് അലി ഒന്നങ്ങനെ ആക്റ്റീവ് ആയതാണ് ഈ കേട്ടത്. സത്യം പറഞ്ഞ അവിടെ എന്താ അദ്ദേഹം ഇനി ജയിക്കും. കാരണം അത് വളരെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള മണ്ഡലം ആയതുകൊണ്ട് അത്രയും ഉറപ്പുള്ള ഒരു മണ്ഡലമാണ് കൊടുത്തതെന്ന് ആലോചിക്കണം. ഉറപ്പുള്ളൊരു മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ജയിക്കും. പക്ഷെ ഈ ചീത്തപ്പേര്, ഇതിന്റെ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ചീത്തപ്പേരിനി നാളെയല്ല 5 കൊല്ലം കഴിഞ്ഞാലും മാറൂല. ഇപ്പൊ ഇത് വലിയ പ്രശ്നമായിരിക്കില്ല. ഇനി ശരിക്കും ഇത് പ്രശ്നമാകുമ്പോൾ എപ്പോഴാന്ന് അറിയാമോ? 5 കൊല്ലം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇത് കിടന്ന് പറക്കും കേരളം പോലും. നമ്മളിപ്പോഴുള്ള പ്രശ്നം, ഇപ്പൊ ഞാൻ ഈ എടുത്തു നോക്കുന്ന ബൈറ്റ് പോലും നാളെ എന്റെ നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പണ്ടൊരു ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും എന്റെ താഴെ വന്ന് മറ്റേ ആളുകൾ ആ കമന്റ് കട്ട് ചെയ്ത് എനിക്ക് ഇട്ടിരുന്നു. ആളുകൾ അത്രയും പണിയെടുത്തുകൊണ്ടിരിക്കണേ. ഏത് പണ്ട് നിങ്ങള് മറ്റേ പിണറായി വിജയനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. പണ്ട് എതിർത്ത് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളു. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയണം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പിണറായിക്ക് അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പ്രതിപക്ഷത്തായിരുന്നു. നമ്മൾ ഭരണപക്ഷത്തിന്റെ ഒപ്പം നിൽക്കാനോ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേ RT ഓഫീസിൽ ചെന്ന് സല്യൂട്ട് മേടിക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണുള്ള കാര്യമുള്ളൂ. പിന്നെ TP അഷ്റഫ് അലിക്ക് അറിയേണ്ടൊരു കാര്യം, ഒന്നാമത്തെ ആ പാന്റ് ഷർട്ടിൽ തന്നെ പണി പാടി. മനസ്സിലായി? അത്ര ഗംഭീരമായിട്ടുള്ള പാന്റ് ഷർട്ടൊക്കെ ഇടുന്ന ആളുകളെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 രൂപയുടെ തുണി മേടിച്ചിട്ട് മറ്റേ കതറൊക്കെ കുത്തി കീറിയിട്ടാണ് ഇടുന്നത്.
ശരിക്കും എന്നോടൊരു കോൺഗ്രസിന്റെ വലിയ നേതാവിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് വല്ല പ്രാന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്വന്തം ഭർത്താവ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. 4500 രൂപയുടെ തുണി എടുത്ത് മേടിച്ചിട്ട് വരുന്നത് ചോദിച്ചു. എന്നിട്ട് അതിന്മേൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ഒന്ന് കീറിയിടും. എന്നിട്ട് 3 ദിവസം കഴിയുമ്പോൾ അത് പിന്നെ തുന്നി വെക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടുണ്ട് നടക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ രീതി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നാളെ വിജയ് ഇട്ടുണ്ടോ എന്നെ പോലെ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് നേതാവ് നോക്കട്ടെ, നമുക്ക് ഭയങ്കര അതിശയം തോന്നും. നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറയും, പറഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാര് എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ നടക്കണം. എന്നിട്ട് അവരെ മറ്റേ ബാക്കിൽ കൂടി കാശുണ്ടാക്കി അഴിമതി കിടത്തി കാശുണ്ടാക്കും, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നടക്കുമ്പോൾ പുറത്ത് എന്തായിരിക്കും, അതിന്റെ ഇത് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പാന്റ് ഷർട്ടിൽ തന്നെ ആദ്യത്തെ പണി പാടി, മനസ്സിലായി. ഇനി അടുത്തൊരു പ്രശ്നവും കൂടിയുണ്ട്. ഇത് കൊണ്ടോട്ടിയിലെ അടക്കം മലപ്പുറത്തെ അടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് ആളുകൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടില്ല. അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തവർക്ക് തെറ്റി. ആ ഉപദേശം കൊടുത്തവർക്ക് തെറ്റി. ആ റീൽ എടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ഉപദേശിക്കുന്നതെങ്കിൽ ഞാൻ ആ റീല് കണ്ട പറയും, എന്റെ പൊണ്ണ് അഷ്റഫ് അലി ഇത് ജന്മം ചെയ്താൽ പുറത്ത് വിടരുത് എന്ന് മാത്രമല്ല, ഇത് നമ്മള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് കോപ്പി ചെയ്തിട്ട് അത് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടുണ്ട്, ഇനി ആരും എടുക്കാത്ത രീതി, അതായത് കടലിലേക്ക് എറിഞ്ഞുള്ളതാണ്. അല്ലാതെ കാരണം ഇത് കുഴിച്ച് ആരെങ്കിലും എടുത്താൽ തന്നെ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആളുകൾ സല്യൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മറ്റേ അതൊക്കെ സതീശനെ കണ്ട് പഠിക്കണം. സതീശൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന മറ്റേ ഇവിടെ കണ്ണൂരാണ് നിൽക്കുന്നു, കണ്ണൂർ കോഴിക്കോട് യതീഷ് ചന്ദ്ര അവിടെ നിൽക്കുന്നു. അപ്പൊ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാൻ വേണ്ടി കുറെ പേര് വെയിലത്ത് നിൽക്കുന്നു. അപ്പൊ സതീശൻ വീഡിയോ ഉണ്ട് കേട്ടാ, വീഡിയോ എല്ലാത്തിനും ഉണ്ട്, ഫസ്റ്റ് ആണ് വീഡിയോ ഉണ്ട്. വീഡിയോ ഉണ്ടപ്പോ പുള്ളി ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നു, വി ഹാവ് ടു ഫിനിഷ് ദിസ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, കാരണം ഇത്തരത്തിൽ വേസ്റ്റ് ഓഫ് ടൈം എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചു കളയരുത്, ഇതൊക്കെ ഒരു രേഖയ്ക്ക് ഇങ്ങനെ കൊടുത്താൽ പോലെയെന്ന് ചോദിക്കരുത്, ഉത്തരവാക്കി അങ്ങനെ കൊടുത്താൽ പക്ഷെ ഇത് റീൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഫേമസ് ആകാൻ പറ്റില്ല. അപ്പൊ ഈ റീൽസിന്റെ ആവശ്യം ഈ കാലഘട്ടത്തിലുണ്ട്. അതാണ് ടി പി അഷ്റഫ് അലി ആരോ ഉപദേശിച്ചത്. പക്ഷെ ഉപദേശിക്കാത്തൊരു കാര്യം ഇതാണ്, ടി പി അഷ്റഫ് അലി ഇതുപോലെ റീൽ എടുക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ വേണ്ടത് തെലുങ്കോ തമിഴ് സിനിമയോ അല്ല, ഇവിടെ വേണ്ടത് ഇതേപോലെ റീലാണ് ഇത്. അപ്പൊ മറുനാടനൊക്കെ വാർത്ത എഴുതും. മറുനാടൻ വന്നിട്ട് പറഞ്ഞു, ഈ മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ, എന്തൊരു ഗംഭീരമാണ്, ഏത് ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കിയത്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഓക്കെ എനിവേ ദേ ആർ സ്റ്റാൻഡിങ് ദർ അല്ലെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു. എനിക്ക് ഓർമ്മ വന്നത് പഴയ ജയന്റെ സിനിമയാണ്, വി ആർ നോട്ട് ബഗ്ഗേഴ്സ് വി ആർ ട്രോളി പുള്ളേഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തിലുള്ള സിനിമയിലേക്ക് ഓർമ്മ. അപ്പൊ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓക്കെ അവരുടെ ഒരു ഇഷ്ടവും ഇല്ലാതെ, എന്നിട്ട് ശരിക്കും മറുനാടൻ ഷാജഹാൻ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു ഇഷ്ടവും ഇല്ലാതെ പുള്ളി ആ വെയിലത്ത് നിന്ന് അവര് നിന്നതല്ലേ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പുള്ളി എന്നിട്ടൊന്ന് ഒരു ഇഷ്ടവും ഇല്ലാതെ ചെയ്യുന്നു. അണ്ട് ഈ ഗാർഡ് ഓഫ് ഓണറിൽ അവരുടെ മറ്റേ ഇതൊക്കെ പരിശോധിക്കുന്നു, അതായത് ഡ്രസ്സൊക്കെ പരിശോധിച്ചിട്ട് സാധാരണ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ പക്ഷെ ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. വെറുതെ അവിടെ നിന്ന് നല്ല 10 ഉത്തരവിറക്കി ഇതൊക്കെ ഒഴിവാക്കിയിട്ടും കാര്യമില്ല. കാരണം ജനം അറിയില്ല. ഇതാവുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, പൂക്കി എന്നൊക്കെ വിളിക്കും. പക്ഷെ ഇതാകെ പൂക്കിയായി പോയി. ഏത് ടി പി അഷ്റഫ് അലി അതാകെ തലവേദനയായി പോയി. ശരിക്കും പറഞ്ഞാൽ ടി പി അഷ്റഫ് അലിനെ ആരും അറിയില്ലായിരുന്നു. അധികം പേരൊന്നും കേരളം മൊത്തം അറിയില്ലായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇനിയിപ്പോ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ മംഗലാപുരത്തും മറ്റേ കോയമ്പത്തൂരുള്ള ആളുകൾ വരെ ഇപ്പൊ ഏതാണ്ട് അറിഞ്ഞിരിക്കും. ഇപ്പൊ പുള്ളിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ നോക്കും. പക്ഷെ പുള്ളി ഇപ്പോഴും ധൈര്യവാനാണ്, പുള്ളി ധീരനാണ്. കാരണം പുള്ളി ഫേസ്ബുക്കിൽ നിന്ന് അത് ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ചെയ്തിട്ട് കാര്യമില്ല, കാരണം ആളുകൾ മുഴുവൻ അതിന്റെ റെക്കോർഡ് എടുത്ത് വെക്കുകയും കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോ അടുത്ത 4-5 ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ട്രോളുകളാണ് ടി പി അഷ്റഫ് അലി. പക്ഷെ പേടിക്കണ്ട, അടുത്ത റീലൊക്കെ ഇട്ട് നമുക്കത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ പിള്ളേരെ തന്നെ ഏൽപ്പിക്കരുത്, ഇവരിനി ഇത് കൊളവാക്കും. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി, അത് ടി പി അഷ്റഫ് അലി ചെയ്തില്ല. ടി പി അഷ്റഫ് അലി ശരിക്കും പറഞ്ഞ ഒരു ബെൻസോ റോൾസ് റോയ്സിലൊക്കെ വന്നിറങ്ങുന്ന കൂടി കാണിച്ച ഗംഭീരമായിരുന്നു.